ഈ യാത്ര ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കിലേക്കാണ്. കോട്ടയം കടുത്തുരുത്തിക്കടുത്തുള്ള മാംഗോ മെഡോസിലേക്ക്. ഇങ്ങനെ പോകുമ്പോൾ പണ്ട് ഖത്തറിൽ ബലദ്ന പാർക്കിൽ പോയത് ഓർമ്മ വരുന്നു. അതൊരു ഡയറി ഫാമിനോട് ചേർന്ന്, അതായത് ഒരു പശു വളർത്തൽ കേന്ദ്രത്തിനോട് ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പാർക്കാണ്. ഇന്ന് ഖത്തറിലെ വലിയൊരു പിക്നിക് ഡെസ്റ്റിനേഷനാണിത്. അങ്ങനെ പാർക്കിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള കോട്ടേജുകളിൽ താമസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡേ ട്രിപ്പായിട്ടോ നമുക്ക് പാർക്കിനുള്ളിലേക്ക് പോകാം. ഡേ ട്രിപ്പാണെങ്കിൽ റിസപ്ഷൻ ഏരിയയിലേക്ക് പോകേണ്ടതില്ല, നേരെ കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പോകാം. ടിക്കറ്റിൻ്റെ റേറ്റ് അവധി ദിവസങ്ങളിൽ 400 രൂപയും അല്ലാത്തപ്പോൾ 350 രൂപയുമാണ്. പാർക്കിൽ താമസിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്ത് ഇവിടെ എത്തി നേരെ റിസപ്ഷനിലേക്ക് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം. അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. അതിനുശേഷമുള്ള ഫോർമാലിറ്റികൾക്ക് ശേഷം ഈ ബസ്സിൽ ബുക്ക് ചെയ്ത കോട്ടേജിലേക്ക് അവർ കൊണ്ടുപോകും. ഫാം കോട്ടേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പാർക്കിലെ കോംപ്ലിമെൻ്ററി ഗൈഡഡ് ടൂറിനായിട്ട് തിരിച്ചു. ശരിയായിട്ടതൊരു വാക്കിംഗ് ടൂറാണ്. പക്ഷേ ഈ റിക്ഷയിൽ പോയേക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ അഡീഷണലായിട്ട് പേയ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം അനുസരിച്ച് മീനൂട്ടുന്ന ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് പറയുന്നത്. പിന്നെ ഇന്നും പല അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ മീനൂട്ട് വഴിപാടായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. ത്രിപ്രയാ ക്ഷേത്രവും പിന്നെ പഞ്ചാബിലെ സുവർണ ക്ഷേത്രമൊക്കെ ഇതിനൊരു ഉദാഹരണങ്ങളാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന പാലത്തിന്റെ ഫ്ലോറില് 1 രൂപയുടെ കോയിൻ പഞ്ച് ചെയ്ത് മാറ്റുമ്പോഴുള്ള ബാലൻസ് ഷീറ്റാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഷിക്കാര ബോട്ടിംഗ് ഒഴികെയുള്ള എല്ലാ ബോട്ടിങ്ങും ഇവിടെയാണ്. പെഡൽ ബോട്ട്, കുട്ടവഞ്ചി ഒക്കെ ഇവിടെയുണ്ട്. കറുത്താവൂലി എന്ന് പറയും കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു ലൈറ്റ് ഷെയ്ഡിൽ കാണുന്നുണ്ട്, അത് വെള്ളാവൂലി എന്നും പറയും കേട്ടോ. ഇട്ടെടുത്തോ. ഇവിടെയുള്ള മിക്ക റൈഡുകളും ആക്ടിവിറ്റീസും ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതല്ലാത്ത പെയ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട്. അതിൻ്റെ ടിക്കറ്റും നമുക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങാം. ലൈവ് മ്യൂസിക്കിൻ്റെ ഏരിയയാണ് ഇവിടെ. ഇവിടെ നല്ല പുല്ലാങ്കുഴൽ സംഗീതം ഇവിടെ നമുക്ക് ലൈവായിട്ട് കേൾക്കാം. കയർ, പായ, കളിമൺ പാത്രങ്ങൾ, ഇതൊക്കെ പരമ്പരാഗതമായിട്ട് നിർമ്മിക്കുന്ന രീതികൾ ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കവിത കേൾക്കുന്നില്ലേ? പാർക്കിൻ്റെ പല ഭാഗത്തും ഇതുപോലെ നമുക്ക് പഴയ സിനിമാ ഗാനങ്ങളും കവിതകളും ഒക്കെ കേൾക്കാൻ കഴിയും. 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളിമൺ പാത്രം സ്വയം നിർമ്മിച്ചിട്ട് അത് ഒരു സുവനീറായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ എത്തുന്നവർക്ക് നിസ്കരിക്കുന്നതിനായിട്ട് ഒരു മസ്ജിദും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള കാവിനോട് ചേർന്നിട്ടുള്ള കുളമാണിത്.
പണ്ട് കാലത്ത് ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചക്രമാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ചവിട്ടി നോക്കാം. ഇത് പഴയകാല ചായക്കടയാണ്, മാംഗോ വിലാസം ചായക്കട. ഇവിടെ സമോവാറിൽ തയ്യാറാക്കുന്ന ചായ കുടിക്കാം, കൂടെ പരമ്പരാഗത കടി എന്തെങ്കിലും കഴിക്കുകയും ആവാം. ചായക്കടയ്ക്ക് എതിർവശത്തായിട്ടൊരു ചെറിയ കുന്നും അതിലൊരു തേയിലത്തോട്ടവുമുണ്ട്. കുന്നിന് മുകളിൽ ഒരു വാച്ച് ടവറും നിർമ്മിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കൊന്ന് പോയി നോക്കി വരാം. പാർക്കിൽ ഈ താമസിക്കാനുള്ള കോട്ടേജുകൾ പല ഭാഗത്തായിട്ടാണ്. ഇത് കേവ് കോട്ടേജ്. ഇവിടെയാണ് ആർച്ചറി, ഷൂട്ടിംഗ് തുടങ്ങിയവ നടക്കുന്നത്. പാർക്കിനുള്ളിലായിട്ടൊരു 12D തിയേറ്ററുമുണ്ട്. അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. സൈക്കിൾ, ഗോ കാർ, അതുപോലെ ടോയ് ട്രെയിൻ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. മീനൂട്ട് തടാകത്തിലാണ് ബോട്ടിംഗ് എല്ലാം നടക്കുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. പരശുരാമൻ്റെ പ്രതിമയാണ്. ഇതുപോലെ പല പ്രതിമകളും പാർക്കിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. ആ കാണുന്നത് ആദത്തിൻ്റെയും ഹവയുടെയും പ്രതിമയാണ്. പാർക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഏദൻ തോട്ടത്തിൻ്റെ ഉള്ളിലാണത്. ഇവിടെയാണ് മീൻ പിടിക്കാനുള്ള ഏരിയ, ഫിഷിംഗ് സെൻറ്റർ. ചൂണ്ടയും ഇരയും ഒക്കെ അകത്ത് അവിടെയുണ്ട്. ഫിഷിംഗ് സെൻറ്ററിൻ്റെ മുകളിലെ ഡെക്കിൽ നിന്നുള്ള കാഴ്ചകളാണ്. തോടും അതിനോട് ചേർന്ന് കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടങ്ങളുമൊക്കെ ആയിട്ട് വളരെ നല്ല കാഴ്ചകളാണ്. ഇത് മാംഗോ പൂൾ, പെയ്ഡ് പൂളാണ്. പക്ഷേ കോട്ടേജുകളിൽ താമസിക്കുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ലോകത്തിലെ വലിയ ബൈബിൾ സ്റ്റാച്യു ആണിത്. പാർക്കിലൊരു വാച്ച് ടവർ ഉണ്ട്, അതിന് മുകളിലേക്കാണ്. ഒരേ സമയം 8 പേർക്ക് മാത്രമേ ഇതിന് മുകളിലേക്ക് പോകാൻ കഴിയൂ. വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതൊരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിനുള്ളിൽ നിറയെ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെയാണ്. അതുപോലെ കൃഷിയിടങ്ങളുണ്ട്. അപൂർവങ്ങളായിട്ടുള്ള പല വൃക്ഷങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊരിടത്തായിട്ട് വളർത്തുമൃഗങ്ങളുടെ ഒരു ഏരിയയുണ്ട്. പാർക്കിനുള്ളിൽ തന്നെ വലിയൊരു നഴ്സറിയുമുണ്ട്. അതായത് മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ തൈകൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. ഷിക്കാര ബോട്ടിങ്ങിനുള്ള ബോട്ട് ജെട്ടി ഇവിടെയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് വാലന്റൈൻസ് ഗാർഡനും. അവിടെ ഒരു ശില്പമുണ്ട്, വളരെ സിംബോളിക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ശില്പമാണത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നെടുത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ ചെയ്തിരിക്കുന്നത്. കുളത്തിന് നടുക്കായി കാണുന്നത് വൈക്കത്തപ്പൻ്റെ പ്രതിമയാണ്.
കുളത്തിനധികം ആഴമൊന്നുമില്ല. ആ കല്ലുകൾക്ക് മുകളിലൂടെ പോയിട്ട് വൈക്കത്തപ്പുഴയെ നമുക്ക് ചുറ്റിവരാം. മാംഗോ മെഡോസിലെ നല്ല അനുഭവങ്ങളുമായിട്ട് തിരികെ പോവുകയാണ്. ഈ പാർക്ക് തീർച്ചയായിട്ടും കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. കഴിയുമെങ്കിൽ ഇവിടെ താമസിച്ച് തന്നെ ഈ പാർക്കിനെ അറിയാൻ ശ്രമിക്കുക.